നമസ്കാരം. ഒരു പ്രവാസിയും ഗൾഫിലേക്ക് പോകുന്നത് അവിടുത്തെ ജയിലിൽ കിടക്കാൻ വേണ്ടിയല്ല, മറിച്ച് അധ്വാനിച്ച് 4 കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ചിലപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പല പ്രവാസികളും അഴിക്കുള്ളിലാകാറുണ്ട്. ഗൾഫിലെ നീതിന്യായ വ്യവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. അറസ്റ്റും വിചാരണയും വിധിയുമെല്ലാം വളരെ പെട്ടെന്ന് നടപ്പാക്കും. നിയമത്തിന്റെ കാര്യത്തിൽ സൗദി ഒരിക്കലും പിന്നോട്ടു പോകില്ല. തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് 21,222 പേരെയാണ് അധികൃതർ പിടികൂടിയത്. താമസ നിയമങ്ങൾ ലംഘനം നടത്തിയതിന് 13,202 പേരെയും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് 3,109 പേരെയും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. അനധികൃതമായി രാജ്യത്തിന്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് 4,911 പേരും പിടിയിലായിട്ടുണ്ട്. ഇതിൽ 1,376 പേർ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചവരും 86 പേർ അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ചവരുമാണ്. ബാക്കിയുള്ള 22 പേർ നിയമലംഘനം നടത്തിയവർക്ക് യാത്രയ്ക്കും താമസത്തിനും സൗകര്യം ഏർപ്പെടുത്തിയതിനാണ് അറസ്റ്റിലായത്. രാജ്യത്തേക്ക് നിയമവിരുദ്ധമായി പ്രവേശിക്കാൻ സൗകര്യം ഒരുക്കുന്നവർക്ക് പരമാവധി 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. സംശയാസ്പദമായ നിയമലംഘനങ്ങൾ മക്ക, റിയാദ് മേഖലകളിൽ കണ്ടെത്തിയാൽ വിളിച്ചറിയിക്കാൻ നമ്പരും അധികൃതർ നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്ക് പുറമെ ഹോട്ടൽ മുറിയിൽ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിപ്പിച്ചതിന് 3 പ്രവാസികളെ സൗദി അറേബ്യ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ച സൗദിയിൽ രജിസ്റ്റർ ചെയ്യുന്ന 3ാമത്തെ കേസാണിത്. 2 വനിതകളെയും 1 പുരുഷനെയുമാണ് അറസ്റ്റ് ചെയ്തത്. മധ്യമേഖലയായ അൽ ഖാസിമിലെ പോലീസ് കമ്മ്യൂണിറ്റി സുരക്ഷയ്ക്കും മനുഷ്യക്കടത്തിനുമെതിരായി രൂപീകരിച്ച വകുപ്പും ചേർത്താണ് പ്രതികളെ പിടികൂടിയത്. മധ്യമേഖലയായ അൽ ഖാസിമിലെ പോലീസും കമ്മ്യൂണിറ്റി സുരക്ഷയ്ക്കും മനുഷ്യക്കടത്തിനും എതിരായി രൂപീകരിച്ച വകുപ്പും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കുറ്റവാളികൾക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചതായും ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കുന്നതിനായി അവരെ പബ്ലിക് പ്രോസിക്യൂഷൻ അയച്ചതായും സുരക്ഷാ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട്. ഈ ആഴ്ച ഒരു ഹോട്ടലിൽ വെച്ച് അനാശാസ്യത്തിൽ ഏർപ്പെട്ട വിദേശ വനിതയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ പൊതുധാർമ്മികത ലംഘിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ച് മറ്റ് 5 പ്രവാസികളെയും പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മസാജിംഗ് കേന്ദ്രങ്ങൾക്കെതിരെയും റിയാദ് മുനിസിപ്പാലിറ്റി അധികൃതർ കർശന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. ഈ മാസം ആദ്യം സൗദി ആഭ്യന്തര മന്ത്രാലയം കമ്മ്യൂണിറ്റി സുരക്ഷയ്ക്കും മനുഷ്യക്കടത്ത് കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ഒരു വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ വകുപ്പ് രൂപീകരിച്ചത്. വ്യക്തിപരമായ അവകാശങ്ങൾ ലംഘിക്കുന്ന, ഇസ്ലാമിക ശരീഅത്ത് കോഡും നിയമവും ഉറപ്പു നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ വ്യക്തികളുടെ അന്തസ്സിനെ തരം താഴ്ത്തുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ വകുപ്പ് രൂപീകരിച്ചത്. 2023 നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം മാത്രം 101 വിദേശികളുടെ വധശിക്ഷയാണ് സൗദി അറേബ്യ നടപ്പിലാക്കിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വർഷത്തിൽ ഇത്രയും ആളുകളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഇതാദ്യമായാണ്. നിയമത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.